എൻ്റെ ആധാറൊക്കെ പണ്ടെടുത്ത ആധാറിലെന്ന് പറയുമ്പോൾ എല്ലാം നോക്കിയിട്ടൊക്കെ അവർ എടുക്കത്തുള്ളൂ. പക്ഷേ SLC സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം നോക്കിയിട്ടൊക്കെ അവർ ആധാർ ചെയ്യത്തുള്ളൂ. അത് ചെയ്തിട്ട് പോലും നമ്മുടെ ആധാറിൽ തെറ്റ് വരുന്നുണ്ടെന്നുള്ളത് അത് നമ്മുടെ പ്രശ്നമാണ്. സോ ഇറ്റ്സ് ബോത്ത് സണ്ണി ആൻഡ് റെയിനി ഡേ. ചെരുപ്പിട് ആ പാക്കുട്ടിന് ഇവിടെ വെക്ക്. ലിബിയ വാടി. ലിബിയുടെ ആധാറിലും പ്രശ്നമുണ്ട്. കയറി ജസ്റ്റില്. ചൂടുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ ഈ കട മൊത്തം സാധനം മേടിക്കും. ജസ്റ്റിന് ബലൂൺ വാങ്ങിച്ച് ചേച്ചി വേണ്ട അത് വേണ്ടെന്ന് പറയത്തല്ലോ പിന്നെ ചേച്ചി. ആ അതൊക്കെ അങ്ങനെ ചേച്ചി കടയിലെ സാധനം മൊത്തം മേടിപ്പിക്കാനായിട്ട് കൊച്ചിനെ പ്രേരിപ്പിക്കുക. പ്രേരണ കുറ്റത്തിന് കേസ് കൊടുക്കണം. അതായത് ഞങ്ങൾ അക്ഷയയിൽ വന്നു. ഇവിടെയാണ് വന്നെല്ലാം ശരിയാക്കേണ്ടത്. ഞങ്ങള് ബർഗർ കഴിക്കാനായിട്ട് വന്നതാ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി KFCന്ന്. കാരണം KFCയിൽ നമ്മൾ ഡ്രിങ്ക്സ് ചോദിച്ചപ്പോൾ അവരുടെ കയ്യിൽ പെപ്സി, കോള, 7up അങ്ങനെയുള്ള സാധനമുള്ളൂ. പക്ഷെ ലിബിക്കാണെങ്കിൽ ലൈമ് വേണം. ഞങ്ങൾ അവിടെ നിന്ന് മാറി ഇപ്പോൾ റിലയൻസ് മോളിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ചിക്കിങ് എന്നും പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ പണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ളത് ഈ എടുത്തില്ല. അപ്പോൾ പണ്ട് ഞങ്ങളിവിടെ ചിക്കിങ്ങിൽ നിന്ന് കഴിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് പിന്നെ അന്ന് ഞങ്ങൾ ലൈമൊക്കെ കുടിച്ചായിരുന്നു. അന്ന് ലിപിക്ക് ആ ലൈം ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പോവുക. ലിബി വില കുറഞ്ഞാൽ നോക്കുന്നുള്ളൂ. നീ നോക്ക് ലിബിയെ. നീ അന്ന് കുടിച്ചതല്ലേ വേറെ കുടിക്കുന്ന ഐസ് ടീ വേണ്ട. ബ്ലൂ ലഗൂൺ ഉണ്ട്. പാഷൻ ഫ്രൂട്ടാണ് വേണ്ട. കച്ച ആമ, മോച്ച മിൽക്ക്, മിന്റ് വേണ്ട. അൽഫോൺസ് മിൽക്കാ, ബ്ലൂ ലെമൻ്റെ ഇത് മതിയോ? ഒരു ബ്ലൂ ലെമൻ്റെ. പിന്നെന്താ വേണ്ട? ജസ്റ്റ് എന്താ വേണ്ട? നീ മമ്മിക്കൊരെണ്ണം മേടിച്ചോണ്ട് പോകണ്ടേ? നമ്മള് എന്തൊക്കെ ഓർഡർ ചെയ്തല്ലേ? രണ്ട് ക്രഞ്ച് ബർഗർ, ഒരു മിന്റ് ലൈം, പിന്നെന്താ? പിന്നെ ഒരെണ്ണം പാഴ്സലൂടെ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് പാഴ്സലൂടെ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. അന്ന് വാങ്ങിച്ചത് തന്നെ സെയിം ആയിരുന്നു അല്ലേ? വേറെ ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഫ്ലേവർ ലിബിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഞങ്ങൾ ഇത് തന്നെ സെലക്ട് ചെയ്തു. ഞാൻ വിചാരിച്ചു ഇത്രയും ചെറുതായിരിക്കും ബർഗർ.
ബർഗർ അല്ല, ഇത് ഫ്രഞ്ച് ഫ്രൈസ്. ഇതിനകത്ത് മുക്കി തരണം. അതെ, ജസ്ലിൻ വെള്ളം കിട്ടിയപ്പോൾ വെള്ളം മാത്രം മതി, വെള്ളം അവസാനം കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി എന്നോട്. നല്ല അടിപൊളി ബർഗർ. ഇപ്പം എങ്ങനെയുണ്ട്? അന്ന് വന്നപ്പോൾ നല്ല ഇവിടുത്തെ നല്ല ബർഗറായിരുന്നു. ലിപിക്ക് നല്ല വലിയ ഗ്ലാസ്സിൽ അലങ്കരിച്ചൊക്കെ കൊണ്ടുവന്നത്, എനിക്ക് ലോക്കൽ ഗ്ലാസ് ഇതാണ്. നമ്മൾ വന്നപ്പോൾ ഇത്ര റഷില്ലായിരുന്നു, ഇപ്പം കുറച്ച് ആള് വന്നിട്ടുണ്ട് ഇവിടെ. ഉച്ചയാവുണ്ടായിരിക്കും അല്ലേ? ഇനി വീട്ടിൽ ചെന്ന് ചോറ് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ വയറെന്ന് പറഞ്ഞ് ലിബിയുടെ വയറെന്ന് പറഞ്ഞ് മത്തടിച്ചിരിക്കുക. ബർഗർ കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങി ഞങ്ങൾ. ഇനിയിപ്പോൾ പാർക്കിങ്ങിൽ വന്നു. വണ്ടി അപ്പുറത്തല്ല കിടന്നു. വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോവുക. നല്ല വെയില. പക്ഷെ ജസ്ലിന് പുതിയ കളിപ്പാട്ടം മേടിച്ചു, അതുകൊണ്ട് സന്തോഷത്തിൽ പോവുക. അമ്മയ്ക്ക് ഇത് കൊടുക്കടി ഇന്ന്. എനിക്ക് പുതിയ ചെരുപ്പ് മേടിച്ചു, ഇത് പൊട്ടിപ്പോയായിരുന്നു. പഴയ ചെരുപ്പ് പൊട്ടിപ്പോയി. ജോബിയുടെ മുടി വെട്ടാനായിട്ട് പോകും. നമുക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. രാവിലെ പോയപ്പോൾ മൊത്തം സാധനം വാങ്ങിക്കാൻ പറ്റിയില്ലല്ലോ, മറന്നുപോയി ശരിക്കും. ഇല്ലല്ല, രാവിലെ ഞങ്ങൾ ഇവിടെ അക്ഷയയിൽ പോയായിരുന്നു. ഞാൻ പറഞ്ഞില്ല അവളുടെ ആധാറിൻ്റെ കാര്യം. ഓക്കെ, നമ്മൾ പുന്നപ്രയിലുള്ള ലുക്സ് ബ്യൂട്ടി സലൂണിൽ വന്ന് ജോബികൾ മുടി വെട്ടാം. ചേട്ടന്മാരവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, അത് കാണാം. ബാ, ജോബികൾ മുടി വെട്ടാം, നമുക്ക് അവിടുത്തെ കളി കാണാം. ബാ, ജോബിയുടെ മുടി വെട്ട ഒരു 1.5 മുടി വെട്ടാൻ തോന്നി. ഇതുവരെ എൻ്റെ ജോബി വന്നിട്ടില്ല. ഞാനും ജസ്റ്റിനായിട്ട് ഇവിടെ കളിച്ചോണ്ടിരിക്കുക. ജോബി അങ്കിൾ അങ്ങനെ മുടി വെട്ടിയുടെ മുടി കാണിച്ചു. ജോബി ഹെൽമെറ്റ് ഒരുക്കേ. ജോബി അങ്കിളെ മുടി സൈഡ് എടുത്തല്ലേ പുള്ളി. നമുക്ക് മീൻ മേടിക്കാൻ പോണം. വെട്ടിക്ക മീൻ മേടിച്ചപ്പോൾ ജസ്റ്റിന് ഉറങ്ങിപ്പോയി. പാവം, ഇവിടെ മീനിൻ്റെ അവിടെ വെട്ടുക. ജോബിക്ക് വണ്ടിയില്ലാത്തതുകൊണ്ട് ജോബിനെ തിരിച്ചാക്കണം വീട്ടിൽ. ഓക്കെ, ഞങ്ങളിവിടെ തട്ടുകടയിൽ വന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണം. ജോബി അങ്ങനെ പൊറോട്ട അടിക്കാനുള്ള പ്ലാനിലായി. പൊറോട്ടയും ബീഫും അടിക്കാന്നുള്ള പരിപാടി. പൊറോട്ടയും ബീഫും അടിക്കാന്ന് വിചാരിച്ചു. ദിവസം കുറച്ച് ചാർജ്. ഇവിടെ നല്ല തിരക്കുള്ള കടയാണ്. ജോബിയുടെ സജഷനിൽ ഞാൻ ഇവിടെ വന്ന നല്ല കടയാണ്. കാരണം കറിയും തലക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ? ആ ശരിയാണ്. ജോബി എപ്പോഴും ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. ചേട്ടാ 3 പൊറോട്ട, 2 ദോശ, 1 ബീഫ് ഫ്രൈ. നമ്മുടെ റിലയൻസ് മാളിൽ അടുത്തായിട്ട്. ഞങ്ങളിന്ന് റിലയൻസ് മാളിൽ വന്നായിരുന്നു. ഇപ്പം ആള് കൂടി ഉണ്ട് ഇവിടെ, തിരക്കുണ്ട്. ഇപ്പം രാത്രിയാകുമ്പോൾ നല്ല ഇറക്കല്ലേ ഇവിടെ? ഒരു 9 കഴിഞ്ഞിട്ട് നല്ല തിരക്കുണ്ട്. 11 മണി വരെ ആണല്ലേ? ജോബി പറയുന്നത് രാത്രി 9 മണി കഴിഞ്ഞ് ഇവിടെ ഭയങ്കര തിരക്കാന്ന് പറയുന്നത്. പിന്നെ മറ്റേ വണ്ടി മറ്റേ ഇവര് പോകുന്നില്ലേ, ലോറിക്കാരും ഡ്രൈവേഴ്സൊക്കെ പോകത്തില്ല, അവരൊക്കെ ഇവിടുന്ന് കഴിക്കുന്നത്. തലക്കറി, ഒരുപാട് കറിയുണ്ട് ഇവിടെ അല്ലേ? ചിക്കനൊക്കെ വറുത്ത് വെച്ചിരിക്കുന്ന കാണും അല്ലേ? പീസും മാത്രമുണ്ട്. അഫോർഡബിളോ, വലിയ പൈസ ഒന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങളപ്പോൾ കഴിച്ച് ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകാനുള്ള ജോബിനെ ആക്കിയിട്ട് വീട്ടിലോട്ട് പോകണം. ഗ്രേവി പറഞ്ഞാൽ നല്ല ജോബിക്ക് ഗ്രേവി ഇഷ്ടപ്പെട്ടെ. അങ്ങനെ ഇവിടുത്തെ ഇന്നത്തെ പരിപാടി എല്ലാം തീർന്നു.